ഡോക്ടറെ, എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടിൻ്റെ വെഡ്ഡിംഗ് ആണ് നെക്സ്റ്റ് മന്ത്. പക്ഷേ പുള്ളിക്കാരുടെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഏരിയ ഡാർക്ക്നെസ് ആണ്. വീണ, ഇത് പല പെൺകുട്ടികളുടെ ഒരു കൺസേൺ ആണ്. പക്ഷേ ഒരു സെറമണി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് വരുമ്പോഴായിരിക്കും ഇതിനെപ്പറ്റിയൊരു കൺസേൺ മിക്കവർക്കും തോന്നുന്നു. അപ്പോൾ ഇത് നേരത്തെ തന്നെ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്താൽ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ആ ഒരു അഡോളസെൻ്റ് ഏജ് ആകുമ്പോഴൊരു വെയിറ്റ് ഗെയിൻ, തുടകൾ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ആ ഒരു ഫ്രിക്ഷൻ വരുമ്പോൾ ഉള്ള ഒരു പിഗ്മെൻറ്റേഷൻ, ഇൻഫ്ലമേഷൻ, ചെറിയ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കളർ ചേഞ്ച്, ഇതെല്ലാം കൊണ്ടാണ് ഈ പിഗ്മെൻറ്റേഷൻ വരുന്നത്. അപ്പം ഹോർമോണൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഇൻറ്റിമേറ്റ് ഏരിയ ഡാർക്ക്നെസ്, ആ ഒരു സ്കിൻ ടോണും ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ടുള്ളത് ലോക്കൽ ആപ്ലിക്കേഷനായിട്ടുള്ള ഓയിൻമെൻറ്റ്സ് ഉണ്ട്, പീൽസ്, ജെനിറ്റൽ ഏരിയയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പീൽസ്, നമ്മുടെ സ്കിന്നിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെക്കാട്ടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പീൽസ് അവൈലബിൾ ആണ്. പിന്നെ എനർജി ബേസ്ഡ് ഡിവൈസിൽ ഈ ലേസർ, റേഡിയോ ഫ്രീക്വൻസി ഡിവൈസ്, ഇതെല്ലാം കൊണ്ട് വളരെ നന്നായിട്ട് നമുക്ക് ആ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതിനൊരു ശരിക്കും നമുക്കൊരു സിംഗിൾ സിറ്റിംഗ് തൊട്ട് ഒരു 3 months വരെ എടുക്കുന്ന ഒരു ഡ്യൂറേഷനാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഒരു വെഡ്ഡിങ് സെറമണിയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു ബ്രൈഡൽ മേക്ക് ഓവറിന് പോകുന്നതിന് സമയത്ത് തന്നെ ഈ കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടും.